ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പുതുവത്സരാശംസകൾ പറയാൻ പോവാണ്. അല്ല, അതിനു മുമ്പ് വേറൊരു കാര്യം. അതായത് ആ പുതുവത്സരം പിറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവ വികാസം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു തകർച്ചയായിരിക്കും. ഇന്ത്യ മുന്നണി തകരത്തില്ല, ഇന്ത്യ മുന്നണി ഉണ്ടാവും. ഇന്ത്യ മുന്നണിയിൽ പക്ഷേ രാഹുൽ ഗാന്ധി ഉണ്ടാവത്തില്ല. വലിയ മാറ്റമാണുള്ളത്. വലിയ മാറ്റം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും വരുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇതുവരെ ഒന്നിച്ച് മത്സരിച്ച പാർട്ടികൾക്ക് ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ല. ഒരു വിജയവും നേടാൻ കഴിഞ്ഞില്ല. പാർലമെൻറ്റ് ഇലക്ഷനിൽ യു പിയിൽ, മഹാരാഷ്ട്രയിലൊക്കെ നേട്ടമുണ്ടായെങ്കിൽ അതിനുശേഷം നടന്ന ഹരിയാന, മഹാരാഷ്ട്ര, ജമ്മു ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പിൽ നിശേഷം പരാജയപ്പെട്ടു, തകർന്നടിഞ്ഞു. അതായത് ജമ്മുവിലെ അവസ്ഥ നോക്കണം. ഒമർ അബ്ദുള്ള ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസുമായിട്ട് ചേർന്ന മത്സരിച്ച കോൺഗ്രസിന് മൊട്ടയാണ് അവിടെ കിട്ടിയത്, അല്ലേ? ജമ്മു മേഖലയിലൊക്കെ കിട്ടിയത്. ജമ്മു മേഖലയിൽ ഒരു സീറ്റ് കിട്ടി. അതെ. അപ്പോൾ കോൺഗ്രസ് തകർന്ന് നിലംപരിശായിപ്പോയി. എന്നിട്ട് നാമമാത്രമായ പ്രാതിനിധ്യം ഉണ്ടായിട്ടും തങ്ങളെ മന്ത്രിസഭയിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നാഷണൽ കോൺഫറൻസ് ഒമർ അബ്ദുള്ള കേട്ടതായി ഭാവിക്കുന്നില്ല. രാഹുലിൻ്റെ കഥ കഴിഞ്ഞു എന്ന് ഏതാണ്ട് അവർ തീരുമാനിച്ചു. അതുതന്നെയാണ് ഇപ്പം തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയെ നേതാവാക്കണം, മമതയാണ് ഇനി ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന് TMC പരസ്യമായി ആവശ്യപ്പെടുന്നു. SP അഖിലേഷ് എല്ലാ കാര്യത്തിനും രാഹുലിൻ്റെ കൂടെ നിന്നു. അഖിലേഷിന് സത്യത്തിൽ രാഹുലിൻ്റെ കൂടെ നിർത്തേണ്ട ഒരു കാര്യമില്ല. രാഹുലിൻ്റെ കൂടെ നിൽക്കേണ്ടത്, രാഹുലിന് അഖിലേഷിൻ്റെ കൂടെ നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ഉത്തർപ്രദേശിൽ കോൺഗ്രസിനൊന്നുമില്ല. ഒരു കാലത്ത് UP ഭരിച്ചിരുന്ന ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്നതാണല്ലോ. ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന പാർട്ടി ഇന്ന് പ്രാദേശിക പാർട്ടികളുടെ തോളിൽ കയറി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഒരിഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും പരാജയപ്പെട്ടു. ഇത്രമാത്രം തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ട ഒരാളെ തങ്ങളുടെ മുന്നണിയുടെ നേതാവായി എന്തിന് അംഗീകരിക്കണം എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. മാത്രമല്ല, പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളോട് നിഷേധാത്മകമായ നിലപാട് യോജിപ്പില്ല ആർക്ക്? പ്രതിപക്ഷത്തിന്. നോക്കൂ, അദാനിക്കെതിരെയുള്ള പോരാട്ടം. അദാനിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാഹുലും പ്രിയങ്കയും പിന്നെ KC വേണുഗോപാലും കുറച്ച് കോൺഗ്രസ്സുകാരും മാത്രമേ ഉള്ളൂ. ആം ആദ്മി പാർട്ടിയില്ല, SP ഇല്ല, തൃണമൂലില്ല, എന്തിനും ഇടതുപക്ഷം പോലും ഇല്ല. ഇവരൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി ഫലത്തിൽ തകർന്നു കഴിഞ്ഞു. ആകെ കൂടി ഇന്ത്യ മുന്നണി പിന്നെ ഒറ്റക്കെട്ടായി നിന്ന് പാർലമെന്റിൽ ഒരു കലശം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഒന്നിച്ച് നിന്നുവെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഈ മുന്നണിയിൽ നിന്ന് അവർ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞു. ഇനി നോക്കൂ, ഈ ഭരണഘടനാ പ്രശ്നം വന്നു. ഭരണഘടനാ പ്രശ്നത്തിലും ഈ പറയുന്ന പോലെ കാര്യമായി പിന്തുണയ്ക്കാൻ പ്രതിപക്ഷത്തെ മറ്റ് കക്ഷികളുണ്ടായിരുന്നില്ല. EVM-ൻ്റെ ഇഷ്യൂ, മഹാരാഷ്ട്രയോടെ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് EVM-ൻ്റെ പ്രശ്നം വന്നു. EVM പ്രശ്നം ഉന്നയിച്ച് ഖാർഗെയും രാഹുൽ ഗാന്ധിയും വന്നപ്പോൾ തൃണമൂലിൻ്റെ MP പറഞ്ഞതെന്നറിയാമോ? തോറ്റ് കഴിയുമ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം മമത അവിടെ ജയിച്ചു, മമതയ്ക്ക് പരാതിയൊന്നുമില്ല. ബംഗാളിൽ EVM മെഷീൻ മോശമാണെന്ന് മമതാ ബാനർജിക്ക് പരാതിയില്ല. ഈ BJPയെ സംബന്ധിച്ച് EVM അട്ടിമറി നടത്തണമെങ്കിൽ ഏറ്റവും ആദ്യം നടത്തേണ്ടത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്, അല്ലേ? BJPയുടെ പ്രഖ്യാപിതമായ ഏറ്റവും വലിയ ശത്രു പശ്ചിമ ബംഗാളാണ്. BJPക്കാരെ രാഷ്ട്രീയമായും കായികമായും ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും പശ്ചിമ ബംഗാളിലാണ്. ഈ പശ്ചിമ ബംഗാളിൽ എന്തുകൊണ്ട് EVM അട്ടിമറി BJP നടത്തുന്നില്ല? അത് കൃത്യമായി ബോധ്യമുള്ള ആളാണ് മമതയുടെ പാർട്ടി. അതുകൊണ്ട് തോറ്റ് കഴിയുമ്പോൾ ഇതും കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ആ നിലപാടിനെ തള്ളി. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ കൂടെ പ്രതിപക്ഷത്തെ മറ്റ് കക്ഷികൾ സഹകരിക്കുന്നില്ല എന്ന് വന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ആയി മാത്രം മാറിയിരിക്കുന്നു. ഇനി ഏറ്റവും വലിയ അപകടം, ഇപ്പോൾ 99 സീറ്റുകളാണ് കോൺഗ്രസ് ജയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നില്ല, അതിനുള്ള സീറ്റില്ലായിരുന്നു. ഇത്തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടി. പക്ഷേ വേറെ കാര്യമുണ്ട്, 232 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ആകെയുണ്ട്. കേരളത്തിലെ ഒരു MP കൂടെ LDFൻ്റെ MP കൂടെ കൂട്ടിയാൽ 232 സീറ്റുകളാണ് പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിനുള്ളത്. അതിൽ 99 അംഗം മാറിയാൽ 133 സീറ്റുകൾ മറ്റു പ്രതിപക്ഷ കക്ഷികളുണ്ട്. ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് വേറൊരാളെ പ്രതിപക്ഷ നേതാവായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രതിപക്ഷ നേതാവായിട്ട് ചിലപ്പോൾ വരും. മമത പറയത്തില്ല, മമത പറയുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായി വരാം. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കണ്ണുവീഴ്ച. കാരണം ഞങ്ങളൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ
സിംഗിൾ ലാർജസ്റ്റ് കക്ഷിക്ക് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നും പിടിക്കാൻ പറ്റില്ല. ഇത് 133 MP ഒരുമിച്ച് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് ഒരു കത്ത് സ്പീക്കർ കൊടുത്താൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പക്ഷേ സ്പീക്കർ അംഗീകരിച്ചേക്കാം. BJPക്ക് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും കൂടെ ആയതിനു ശേഷം നടത്തുന്ന പല കളികളും അങ്ങ് സുഖിക്കുന്നില്ല. മാത്രം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്. ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം ബോക്സറാണ്, കരാട്ടെ പഠിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. ഇപ്പം മസിലൊക്കെ 6 പാക്ക് മസിലൊക്കെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ വരുന്നത്. പാർലമെൻറ്റ് അതിനുള്ള സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു വനിതയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിക്കിനി ഇട്ട് വന്നേനെ, അല്ലേ? ശരീരം കാണിക്കാൻ ടീഷർട്ട് ഇടുന്ന പോലെ ലോകസുന്ദരി പട്ടം കിട്ടിയ ആളെപ്പോലെ ഒരു ബിക്കിനിയൊക്കെ ഇട്ട് വനിതാ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി വരാതിരുന്നത് വലിയ സന്തോഷം. അത്രയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗ്യം എന്ന് പറയാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇപ്പോൾ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ നാളികേരങ്ങൾ, തേങ്ങകൾ നിരത്തി വെച്ചിരിക്കുക. രാഹുൽ ഗാന്ധി ഒന്ന് 1 2 3 എന്ന് പറഞ്ഞ് കൈകൊണ്ടത് അടിച്ചടിച്ചടിച്ച് 100ഓളം തേങ്ങകൾ കൈകൊണ്ട് പൊട്ടിക്കുകയാണ്. അതിനുള്ള കൈക്കരുത്തുണ്ട്. ആ കൈക്കരുത്താണ് പാർലമെൻറ്റിൽ കാണിച്ചത്. ഒരു പ്രായം ചെന്ന MP മുൻ കേന്ദ്രമന്ത്രി ആയിരുന്ന ആളെ തലക്കടിച്ച് വീഴ്ത്തി. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മനോനില തെറ്റിയ ഒരു സൈക്കോയെ പോലെയാണ് പെരുമാറുന്നത്. അധികാരം തുടർച്ചയായി 3 തവണ നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും ഒരു പക്ഷേ തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിരാശനും ഖിന്നനും മനോനില തെറ്റിയവരും ആയ ഒരാളെ പോലെ പെരുമാറുന്ന രാഹുൽ ഗാന്ധിയെ എന്തിന് വീണ്ടും വീണ്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തങ്ങളുടെ നേതാവായി ഇവിടുത്തെ എൻറ്റയർ ഓപ്പോസിഷൻ പാർട്ടി, മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും സ്വീകരിക്കണം എന്ന ചോദ്യം അവരെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹി ഇലക്ഷൻ നടക്കാൻ പോവുക. അരവിന്ദ് കെജ്രിവാൾ ആപ്പിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അവർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. BJP വളരെ പിന്നിലാണ് കേട്ടോ. BJPക്ക് 7 സീറ്റ്, പാർലമെൻറ്റ് സീറ്റിലെ 7 സീറ്റ് കിട്ടി. പക്ഷേ ഭരണം, അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ ഭരണം BJPക്ക് കിട്ടാറില്ല കുറേ കാലമായി. ഇപ്പോൾ നോക്കൂ, വലിയ ജനപ്രിയ പദ്ധതികൾ കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുക. ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. പക്ഷേ മുമ്പ് പ്രഖ്യാപിച്ച 1000 രൂപ മാസം കൊടുക്കും എന്നുള്ള പദ്ധതികളടക്കം നടപ്പാക്കിയിരുന്നില്ല. അത് നടപ്പാക്കാതെയാണ് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാതെയാണ് പുതിയ ജനക്ഷേമ പദ്ധതികളുമായി പ്രഖ്യാപനമായി ആപ്പ് തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. പക്ഷേ ആപ്പ് അവിടെ പറയുന്നു ഒരു കാരണവശാലും കോൺഗ്രസുമായിട്ട് ബന്ധമില്ലാതെ. കോൺഗ്രസ്, ഷീലാ ദീക്ഷിത് ആയിരുന്നല്ലോ കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി. എത്രയോ കാലം കോൺഗ്രസ് ഭരിച്ച പ്രദേശമാണ് ഡൽഹി. അവിടെ ഘടകകക്ഷിയായിരുന്നിട്ട് പോലും ആപ്പ് പറയുന്നു കോൺഗ്രസിനെ വേണ്ട. അപ്പോൾ അങ്ങനെ തിരസ്കരിക്കപ്പെടുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയതിൻ്റെ പ്രധാന കാരണം രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ മറ്റൊരു വീഡിയോ ഇതിലെ കണ്ടു, വീഡിയോകളെ കുറിച്ചാണ്. അപ്പോൾ ഞാനത് സേവ് ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകരെ കാണിക്കായിരുന്നു. ഒരു ഹിന്ദി ചാനലിൽ പ്രിയങ്ക ഗാന്ധിയുടെ അഭിമുഖം. പ്രിയങ്ക അപ്പോൾ പറയുന്നു, ഞാൻ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനും ഞാനും കൂടെ ഒരു ജ്യോതിഷിയെ കണ്ടു. ആ ജ്യോതിഷി എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, ബേട്ടി നീ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. ഇത് പ്രിയങ്ക ഇപ്പോൾ പറയുകയാണ്. പ്രിയങ്ക ഇപ്പോൾ പാർലമെൻറ്റിലെത്തി. ചില കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഷൈൻ ചെയ്യാൻ മണ്ടത്തരങ്ങൾ പറഞ്ഞ് മണ്ടത്തരങ്ങൾ. ആദ്യത്തെ പ്രസംഗം ഹിമാചലിനെ കുറിച്ചാണ്. ഹിമാചലിലെ സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരാണ്, അവിടെ സമ്പന്നർക്ക് വേണ്ടി നിലകൊള്ളുന്നു, കർഷകരെ ദ്രോഹിക്കുന്നു എന്നൊക്കെ പ്രസംഗിച്ചത് സ്വന്തം സർക്കാരിനെതിരെയാണ്. വേണമെങ്കിൽ പറയാം അത് അവരുടെ ഒരു പാരമ്പര്യമാണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സർക്കാർ പാസാക്കിയ ഒരു ബില്ല് വലിച്ചു കീറിക്കളഞ്ഞു സ്വന്തം സർക്കാരിനെതിരെ എന്നുപോലെ. അതുപോലെ തന്നെയാണ് പ്രിയങ്കയും നിലപാടെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും മണ്ടത്തരമാണ് പറ്റിയത്. ഈ മണ്ടത്തരങ്ങളിൽ ചേട്ടനോട് മത്സരിക്കാൻ പോകുന്ന ഒരു അനിയത്തിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവരിത് പറയുന്നതിനകത്ത് ഒരു സൂചനയില്ലേ? മൂക്കും മുഖവും നോക്കി വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്, മൂക്കും മുടിയും നോക്കിയാൽ അമ്മൂമ്മയുടെ ഛായ ഉണ്ടെന്നൊക്കെ പറയുന്ന പ്രിയങ്കയാണ്. അങ്ങനെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ വോട്ട് ഇന്ദിരാഗാന്ധിയുടെ ഛായയുള്ള, മനോരമ അങ്ങ് നിർലജ്ജം എഴുതും, ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് പോലുള്ള മൂക്കുള്ള പ്രിയങ്ക. ഇന്ദിരാഗാന്ധിയുടെ ആ സെന്റിമെന്റ്സ് ഉണർത്താനുള്ള ശ്രമമാണ്. മനോരമയ്ക്ക് ഈ പ്രിയങ്കയും കോൺഗ്രസും ഒക്കെ അധികാരത്തിൽ തിരിച്ചു പറഞ്ഞല്ലോ. പക്ഷേ ആ പ്രിയങ്ക എന്തിനാണ് പെട്ടെന്ന് കുട്ടിക്കാലത്ത് അച്ഛൻ തന്നെ ഒരു ജ്യോതിഷിയുടെ അടുത്ത് കൊണ്ടുപോയതും താൻ പ്രധാനമന്ത്രിയാകുമെന്ന് കൈനോക്കി പറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ പറയേണ്ടി വരുന്നു എന്നതിൻ്റെ സൂചന വളരെ വ്യക്തമാണ്. തനിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തിന് നോട്ടമുണ്ട്. അപ്പോൾ ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ മാറി നിൽക്കുന്നത്. പക്ഷേ ചേട്ടൻ ഒരു ഫെയിലിയർ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ഇവരുടെ ഉദ്യോഗം വഹിക്കുന്ന ആളുണ്ടല്ലോ, ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പിൻവലിക്കാം.
അവരുടെ ഭർത്താവ്. ആ. കാരണം ഇവരുടെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പിൻവലിക്കുന്നില്ല. കാരണം ഇവരുടെ ഭർത്താവ് എന്നുള്ള പദവിയിൽ ഇരുന്നുകൊണ്ട്, പദവി എന്ന് തന്നെ ഞാൻ പറയുന്നു, പദവിയിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ കുംഭകോണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കറപ്റ്റഡ് മാനാണ് റോബർട്ട് വാദ്ര. കറപ്റ്റ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ കറപ്റ്റ് ബിസിനസ്സുകാരനാണ് റോബർട്ട് വാദ്ര എന്ന് പലരൊക്കെ ആക്ഷേപമുണ്ട്, ഒരുപാട് കേസുകളുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സീറ്റ്, എനിക്ക് അമേധി മത്സരിക്കണം, ഞാൻ അർഹതപ്പെട്ടതാണ്, എനിക്ക് സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. എന്നെ എല്ലാവരും നിർബന്ധിക്കണം, എൻ്റെ ജനം മുഴുവൻ നിർബന്ധിക്കുകയാണെന്നൊക്കെ ഇലക്ഷന് മുമ്പേ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. അതെ അതെ. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല. അദ്ദേഹത്തിനും കൂടെ സീറ്റ് കൊടുത്താൽ ഭാര്യ, ഭർത്താവ്, അളിയൻ, അമ്മായിയമ്മ, ഇങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ ഒരു ചർച്ച ഉണ്ടാവില്ലോ എന്ന് കരുതിയിട്ട്, മാത്രമല്ല ഇയാൾ മത്സരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇയാളെക്കുറിച്ചുള്ള പുറത്തു വരും. റോബർട്ട് വാദ്രയുടെ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായി അപ്പോൾ പുറത്തു വരും. അപ്പോൾ കോൺഗ്രസ് അത് വലിയ തിരിച്ചടിയും. അതുകൊണ്ട് മത്സരിക്കാതിരിക്കുക. അതിലും നല്ലത് പ്രിയങ്ക പ്രധാനമന്ത്രിയാകാൻ ശ്രമിച്ചാൽ ബാക്ക് സീറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യാമല്ലോ. അതെ, അതായിരിക്കും വാദ്രയെ സംബന്ധിച്ച് റിസ്ക് ഇല്ലാത്ത കാര്യം. പക്ഷേ പ്രിയങ്ക പ്രധാനമന്ത്രിയാവണമെന്നുണ്ടെങ്കിൽ രാഹുൽ വീഴണം. പക്ഷേ രാഹുലിൻ്റെ വീഴ്ച ഉറപ്പാക്കുകയാണ് ആം ആദ്മി പാർട്ടിയും SP-യും TMC-യും ചേർന്ന് അതിശക്തമായി രാഹുലിനോടുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു എന്നാണ് ദില്ലിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഒരുപക്ഷെ ഈ 3 പാർട്ടികൾ അങ്ങനെ നിലപാടെടുത്താൽ സ്വാഭാവികമായും DMK-ക്ക് വഴി പോകേണ്ടി വരും. കേരളത്തിൽ CPM-ന് ആകെ ഒരു MP ഉണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് 1-2 ഉണ്ട്, അത്രക്കല്ലേ ഉള്ളൂ. ആകെ എത്ര 2-3 എന്നാലും ഒരു ഞങ്ങൾ CPM എന്ന നിലയിൽ TMC ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനെ വിടത്തില്ലായിരിക്കും. കാരണം കേരളത്തിലല്ലേ ഈ കോൺഗ്രസുമായിട്ട് ശത്രുതയുള്ളൂ. ഏതായാലും 2025 ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ആയിരിക്കില്ല ഇന്ത്യ മുന്നണിയുടെ നേതാവ്. ഇന്ത്യ മുന്നണി തകരുക എന്നതാണ് അതിൻ്റെ ഫലം. കാരണം ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് വിട്ടുപോകേണ്ടി വരും. അതല്ല എങ്കിൽ ഒരു കൊട്ടാര വിപ്ലവം നടന്ന് രാഹുൽ മതി, ഇനി മോൻ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ മോൻ ബാങ്കോക്കിന് പൊക്കോ, പട്ടായയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ നേതാവായി മാറിയാലും അത്ഭുതമില്ല. ഒരുപക്ഷെ പ്രിയങ്ക വന്നാൽ ഒരു പുതിയ കുതിരയെ ഇറക്കി നോക്കാം എന്നുള്ള തിയറി വെച്ച് TMC-യും ആപ്പും ഒരു അഡ്ജസ്റ്റ്മെന്റ് പുതിയൊരു പരീക്ഷണത്തിന് ചിലപ്പോൾ തയ്യാറാകുമായിരിക്കാം. ഏതായാലും മമതയെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരണം എന്നുള്ള വാദം അതിശക്തമാണ്. അതിനേക്കാൾ ശക്തം മമത ആയില്ലെങ്കിലും കുഴപ്പമില്ല, രാഹുൽ മാറണം എന്നുള്ള ഒരു ശബ്ദം പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികളെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നീക്കം നടത്തുന്നു എന്നാണ് ഈ വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.